മാലിന്യമുക്ത നവകേരളമെന്ന ലക്ഷ്യം കൈവരിക്കാൻ കോഴിക്കോട് കോർപ്പറേഷൻ നടപ്പാക്കിയ അഴക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1.5 കോടി ചെലവിൽ ട്വിൻ ബിന്നുകൾ സ്ഥാപിച്ചതിൽ വീഴ്ചയെന്ന ഓഡിറ്റ് റിപ്പോർട്ട്. ബിന്നുകൾ സ്ഥാപിക്കേണ്ട സ്ഥലങ്ങൾ മുൻകൂട്ടി നിശ്ചയിച്ച് ആവശ്യത്തിന് വാങ്ങേണ്ടതിന് പകരം ലഭ്യമായ ഫണ്ടിന്റെ അടിസ്ഥാനത്തിൽ ബിന്നുകൾ വാങ്ങി. ബിന്നുകൾ ഒരു കമ്പനിയിൽ നിന്ന് വാങ്ങി മറ്റൊരാൾ സ്ഥാപിക്കാൻ ഏൽപ്പിച്ചതിലൂടെ കരാർ ലംഘനം നടന്നതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സ്ഥാപിച്ച ബിന്നുകൾ പരിപാലിക്കുന്നതിൽ വീഴ്ചയും വരുത്തിയിട്ടുണ്ട്. എന്നാൽ നിരവധി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചപ്പോൾ കാര്യക്ഷമത തകർത്തെന്നും സമൂഹത്തിൽ 20% ആളുകളുടെ മനോഭാവം മാറാത്തതാണ് പദ്ധതി താളം തെറ്റാൻ കാരണമെന്നുമാണ് നിർവഹണ ഉദ്യോഗസ്ഥന്റെ വിചിത്രമായ മറുപടി. തീർച്ചയായും അത് വീഴ്ച സംഭവിച്ചു കഴിഞ്ഞു. കാരണം ആ ഒരു സിലിണ്ടറിക്കൽ മോഡൽ ബിന്നല്ല നമ്മൾ ആവശ്യം. കാരണം ഇതിൽ നിന്ന് വേസ്റ്റ് എടുക്കാൻ പോലും നമ്മുടെ തൊഴിലാളികൾ പ്രയാസപ്പെടുക. കാരണം ഇതിൻ്റെ മൗത്ത് കുറച്ചും കൂടി ഓപ്പൺ ആവേണ്ടി വരും. സത്യത്തിൽ 1.5 കോടി രൂപ നമുക്ക് പുറമെ നഷ്ടപ്പെട്ടു എന്ന് തന്നെ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. 1.5 കോടി രൂപയുടെ പ്രൊജക്റ്റാണ്. വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിനൊരു ഉത്തരവാദിയും വേണം. ആര് ഉത്തരവാദിത്തം ഏറ്റെടുക്കും? എന്താണ് സംഭവിച്ചത്? ഷിഹാസ്, അതായത് മാലിന്യം പൊതുസ്ഥലത്ത് വലിച്ചെറിയുന്നത് അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് കോഴിക്കോട് കോർപ്പറേഷൻ നഗരത്തിൽ 1000 വേസ്റ്റ് ബിന്നുകൾ വെക്കാൻ വേണ്ടി തീരുമാനിച്ചത്. 1.5 കോടി രൂപ അതിന് വകയിരുത്തുന്നു. പക്ഷേ അത് 900 ആയിട്ട് കുറയുന്നു. ഒടുവിൽ അത് 900 എണ്ണം വേസ്റ്റ് ബിന്നുകൾ വാങ്ങാൻ വേണ്ടി കരാർ നൽകുന്നു. ആ നിലവിൽ കരാറിൽ ഉണ്ടായിരുന്നത് ഇത് കമ്പനി തന്നെ, ഇത് വിതരണം ചെയ്യുന്ന കമ്പനി തന്നെ സ്ഥാപിക്കണമെന്നായിരുന്നു. പക്ഷേ കമ്പനി വിതരണം ചെയ്ത ശേഷം അത് സ്ഥാപിക്കാൻ വേണ്ടി മറ്റൊരു കമ്പനിക്ക് കരാർ കൊടുത്തു. അങ്ങനെ 2 കരാറായി. അവിടെ കരാർ ലംഘനം നടന്നുവെന്നാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ തന്നെ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ 900 ബിന്നുകൾ വാങ്ങിയ സമയത്ത് 5 ബിന്നുകൾ സൗജന്യമായി നൽകാമെന്ന് കമ്പനി കരാർ ഒപ്പിട്ടിരുന്നു. ആ 5 ബിന്നുകൾ ഇതുവരെ സൗജന്യമായി നൽകിയിട്ടില്ല. ഇങ്ങനെ ലഭിച്ച 900 ബിന്നുകളിൽ 815 ബിന്നുകൾ മാത്രമാണ് വെച്ചത്. ബാക്കിയുള്ള 85 ബിന്നുകൾ ഇപ്പോഴും മഴയും വെയിലൊക്കെ തന്നെ ഏറ്റ് കാട് പിടിച്ച് കിടക്കുന്ന സാഹചര്യമാണുള്ളത്. ഇത് സംരക്ഷിച്ചിട്ടില്ല എന്നും ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതുമാത്രമല്ല, നിലവിൽ സ്ഥാപിച്ച ബിന്നുകളൊക്കെ തന്നെ ഏറെ തകർന്ന നിലയിലാണ്. അതിന്റെ പരിസരത്തൊക്കെ തന്നെ മാലിന്യം കുന്നുകൂടി കിടക്കുന്ന നിലയിലാണെന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു. മറുപടിയായിട്ട് ഇതിന്റെ ഇംപ്ലിമെന്റിംഗ് ഓഫീസറായ ഹെൽത്ത് സൂപ്പർവൈസറാണ്. അദ്ദേഹം പറയുന്നത് ഈ മാലിന്യമുക്ത നവകേരളം സൃഷ്ടിക്കാൻ വേണ്ടി നിരവധി പദ്ധതികൾ കോഴിക്കോട് കോർപ്പറേഷൻ നടപ്പാക്കിയത്. അങ്ങനെ നിരവധി പദ്ധതികൾ നടപ്പാക്കുന്നതിനിടയിൽ തന്റെ കാര്യക്ഷമത തകർന്നുപോയി, അതുകൊണ്ട് കുറച്ച് അശ്രദ്ധ വന്നുപോയി എന്നാണ് അദ്ദേഹം മറുപടി നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ താൻ റിട്ടയർഡ് ആകാൻ വേണ്ടി പോവുകയാണ്, അതുകൊണ്ട് നടപടി ഉണ്ടാകരുതെന്നൊരു അഭ്യർത്ഥന കൂടി അദ്ദേഹം ഓഡിറ്റ് റിപ്പോർട്ടിന്മേൽ ഒരു അപേക്ഷയായി മറുപടിയായി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഉന്നയിക്കുന്ന മറ്റൊരു ആരോപണം എന്ന് പറയുന്നത് ഈ പദ്ധതി പാളിപ്പോകാൻ പ്രധാന കാരണമെന്ന് പറയുന്നത് ഇത്തരത്തിൽ മാലിന്യങ്ങളൊക്കെ തന്നെ വലിച്ചെറിയാൻ കാരണം സമൂഹത്തിന്റെ പ്രശ്നമാണെന്നാണ് പറയുന്നത്. ഈ ടിൻ ബിൻ എന്ന് പറയുന്നത് 2 വേസ്റ്റ് ബിന്നാണ് ഒരു സ്റ്റാൻഡിൽ വെക്കുന്നത്. അതിന് മാത്രം 16,000 രൂപയാണ് ഒരു ബിന്നിന് ചെലവഴിച്ചിരിക്കുന്നത്. ശരി, സിനോയ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ വീഴ്ച വരുത്തിയത് ആരാണ്? അവരെ കണ്ടെത്തട്ടെ, അവർക്കെതിരെ അന്വേഷണം ഉണ്ടാകട്ടെ, നടപടി ഉണ്ടാവട്ടെ, കൂടുതൽ കാര്യക്ഷമമായി ഈ പദ്ധതി വീണ്ടും നടപ്പിലാക്കട്ടെ.